ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഈ മരിയൻ കൺവെൻഷനിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ എടുക്കേണ്ട ഒരു 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 ചങ്കി കൊണ്ട് നടക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ടൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ, അതായത് ആർക്കും മനസ്സിലാക്കാനും ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഏതെല്ലാം തരത്തിലുള്ള ജീവിതത്തിൻ്റെ അസ്വസ്ഥത കടന്നു പോകേണ്ടവരാണ് നമ്മൾ. അപ്പോഴൊക്കെ നമ്മളെ വ്യതിചലിപ്പിക്കാൻ എളുപ്പമാണ്, മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് വ്യതിചലിപ്പിക്കാം. പക്ഷെ ദൈവത്തിന്റെ സ്വരം ആ സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റിയാൽ ആർക്കും നമ്മളെ വ്യതിചലിപ്പിക്കാനോ പറ്റിക്കാനോ നശിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കാരിസ്മയിൽ നടന്നൊരു ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട കാര്യച്ചൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ അദൃശ്യമായിട്ട് അതിൽ പോയി. അപ്പൊ ഈ കാര്യച്ചൻ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സ്ത്രീ, അയലോക്കാരി സ്ത്രീയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതേ എനിക്ക് വല്ലാത്ത സങ്കടം, വിഷമങ്ങളൊക്കെ അയലോക്കാരുടെ അടുത്ത് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയി. എന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, വിഷമമെല്ലാം ഇങ്ങനെ വേദനകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പങ്കുവയ്ക്കുന്ന സമയത്ത് ഈ സ്ത്രീ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് ചത്ത് കളഞ്ഞാലോ എന്നൊക്കെ ഉള്ള ചിന്ത മനസ്സിലേക്ക് വരും, എല്ലാം അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുക. ഈ സഹോദരി എന്നെ പറഞ്ഞെന്നറിയോ, അങ്ങനത്തെ ചിന്ത മനസ്സിൽ വരുന്നുണ്ടോ? ചത്ത് കളഞ്ഞാൽ അങ്ങനത്തെയൊക്കെ ചിന്ത വരുമ്പോഴേ വെച്ച് താമസിപ്പിക്കരുത്, ചിലപ്പോൾ മാറിപ്പോവും. നല്ല ഉപദേശമല്ലേ കൊടുത്തേ. അങ്ങനെയൊക്കെ വല്ല ചിന്ത വരുവാണെങ്കിലേ വെച്ച് താമസിപ്പിച്ചേക്കും, ഉടനെ ചെയ്തോളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന്. ഇങ്ങനെയുള്ള ഉപദേശമാണ് നമുക്കിന്ന് ലോകത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ നമ്മളെ കുടുക്കിലാക്കാമെന്നും എങ്ങനെ നമ്മളെ നശിപ്പിക്കാമെന്നും എങ്ങനെ നമ്മളെ തകർക്കാമെന്നുള്ള രീതിയിലാണ് ഇന്ന് ലോകം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സ് തകർക്കുന്ന, തളർത്തുന്ന വാക്കുകളാണ് പലപ്പോഴും ലോകത്തെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിരാശപ്പെടുത്തുന്ന, മനസ്സിന്റെ സൗഖ്യം കെടുത്തിക്കളയുന്ന എത്രയോ വാക്കുകളാണ് നമ്മൾ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ച് സ്റ്റോർ ചെയ്ത് കേട്ടോ ഗർഭം ധരിച്ച് പ്രസവിക്കും. പാപത്തെ, വചനത്തെ അല്ല, പാപത്തെ പ്രസവിക്കും. ഇതെല്ലാം സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ആത്മീയ ജ്ഞാനം വേണമെന്ന് പറയുന്നത്. ഈ സംസാരിക്കുന്നത് ദൈവമാണോ, പിശാചാണോ, ലോകത്തിന്റെ സ്വരമാണോ, മനുഷ്യന്റെ സ്വരമാണോ? അതുകൊണ്ടാണ് എല്ലാ സമയത്തും ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്, കർത്താവേ നിന്റെ സ്വരം കേട്ട് മുഴുവനും ജീവിതത്തിന്റെ എല്ലാ വേളകളിലും നമ്മൾ ചില സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഞാൻ ചില സന്ദേശയെ ഒരു ദിവസമെങ്കിലും നിന്റെ സ്വരം മാത്രം കേട്ട് ജീവിക്കാൻ നീ എന്നെ സഹായിക്കണം. മരിക്കുന്നില്ല ഒരു ദിവസം, വേറെ ഒന്നും അതിയായ ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരു ദിവസമെങ്കിലും നിന്റെ സ്വരം മാത്രം കേട്ടു, വേറെ ആരും പറയുന്നത് കേൾക്കാതെ, ലോകം പറയുന്നത് കേൾക്കാതെ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും പറയുന്നത് കേൾക്കാതെ, ഈശോയെ നീ പറയുന്നത് മാത്രം കേട്ടു ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. മുഴുവൻ സമയം അമ്മ അങ്ങനെ ജീവിച്ച്, അതുകൊണ്ടാണല്ലോ സ്വർഗം നോക്കിയിട്ട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. എന്താന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കൃപ നിറഞ്ഞവളെ ഇങ്ങനെ നോക്കിയിട്ട്, ഒരു സ്ത്രീ നോക്കിയിട്ട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. സ്വർഗം പറയുക. അവിടെയാണ് ആ അമ്മയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ആ സ്ത്രീത്വത്തിന്റെ മഹനീയത മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ സ്ത്രീയുടെ ദൈവത്തോടുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ വിശുദ്ധ ജീവിതത്തിന്റെ കരുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വർഗം നോക്കിയിട്ട് പറയും, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ന്. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ മരിയൻ കൺവെൻഷൻ കഴിഞ്ഞു, ഇത് നിങ്ങളുടെ ചങ്കിലുണ്ടാകണം. എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ സങ്കീർണ അനുഭവങ്ങളിലും വേദനകളിലും നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവവും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അത് കേൾക്കുന്നിടത്താണ് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഇത് അമ്മയിലുണ്ടായിരുന്ന വലിയൊരു പുണ്യമാണ്. ഇത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണം, ഇത് നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. പിന്നെ എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങി നിന്ന ഒരു പുണ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അമ്മ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പരാതി പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. ഒരു പരാതിയില്ലാതെ ജീവിക്കാൻ പറ്റും. ഇതല്ല അഭിഷേകം എന്ന് പറയുന്നത്. നമ്മൾ 3 പേര് കൂടിക്കഴിഞ്ഞാൽ എന്നായിരിക്കും പറയുന്നത്?
നമ്മുടെ കാരിസോലാണെങ്കിൽ കൺവെൻഷൻ കൊണ്ട് ഉച്ച കഴിഞ്ഞ് കഞ്ഞി കൊടുക്കും. കഞ്ഞി കുടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നല്ലൊന്നാന്തരം കഞ്ഞിയായിരിക്കും. പക്ഷെ എന്നാൽ ഇന്ന് കഞ്ഞിക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കഞ്ഞിയുടെ അത്രേ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വേറെ കുറ്റമൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ കഞ്ഞിയുടെ അത്രേ നമ്മൾ മറ്റേ അവിടെ പോയി കുടിച്ച കഞ്ഞിയുടെ അത്രയും ടേസ്റ്റ്. അമ്മയുടെ ജീവിതം ഉയ്യോ എന്തൊരു സുന്ദരമാണെന്നറിയോ, ഒരു പരാതിയില്ലാത്ത ജീവിതം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കും നമ്മൾ കൈ ഉയർത്തുമ്പോൾ ഒരാൾക്ക് സൗഖ്യം കിട്ടുന്നത്, നമ്മൾ ഡെലിവറൻസ് പ്രയർ നടത്തുമ്പോൾ ഒരു പൈശാച്, അതിനേക്കാളൊക്കെ നമ്മളിലുള്ള അഭിഷേകത്തിന്റെ ഒരു തലമാണ് പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. ഒരു പരാതിയില്ല. എന്നാൽ പരാതിപ്പെടാനാണെങ്കിൽ പരിശുദ്ധ അമ്മയോളം പരാതിപ്പെടാൻ വേറെ ആർക്കും അവകാശമില്ല അല്ലെ. ദൈവസ്വരം കേട്ട് ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ശിമയോൻ പറയാണ്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കാൻ പോവാണ്. വേറെ എന്തെല്ലാം വഴിയുണ്ട് വാളിന് കടക്കാൻ ഇല്ലേ? ഈ ഹൃദയത്തെ കൂടി തന്നെ കുത്തിക്കയറ്റേണ്ട കാര്യമുണ്ടോ? ചങ്ക് പിളർക്കാൻ പോവാന്ന് പറഞ്ഞ, നിന്റെ ചങ്ക് പിളരാൻ പോവാന്ന് പറഞ്ഞ, നിന്റെ നെഞ്ചകം തകരാൻ പോവാന്ന് അമ്മയോട് പറഞ്ഞ്, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമുക്കൊന്നും സംഗ്രഹിക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും കേട്ട ഒരു 5 പേരെടുത്തെങ്കിലും നമുക്ക് പറയണം അല്ലെ. നമുക്കൊരു ചെറിയ വിഷമുണ്ടായാൽ ഞാൻ ധ്യാനഗുരുവിനെ കണ്ടോ അവന്റെ പെടലിക്ക് കയറി എന്ന് പറയും. ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടതാ, സത്യം പറയാലോ. നിങ്ങൾ വിചാരിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു ചേച്ചി ഇതൊക്കെ വല്ല പ്രശ്നമാണോ ചേച്ചി? അച്ഛൻ ഇത് പ്രശ്നമില്ലായിരിക്കും, എനിക്ക് വലിയ പ്രശ്നമാണ്. ഓക്കെ എന്നാ പറഞ്ഞു, എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ചേട്ടൻ രാവിലെ എഴുന്നേറ്റപ്പോ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെന്ന്, ഇതാണ് പ്രശ്നം. എന്റെ ചേച്ചി നാളെ ഉണ്ടല്ലോ ഗുഡ് മോർണിംഗ്, ചേട്ടൻ നാളെ പറഞ്ഞോളൂ. അത് ഇന്നത്തെ ഗുഡ് മോർണിംഗ് അങ്ങനെ നാളെ പറയുന്നേ? ഇത് വലിയ പ്രശ്നമായല്ലോ. ഇപ്പൊ നമ്മളായിട്ടെന്തോ ചേച്ചി പറയുന്ന ഞാനായിട്ടെന്തോ പ്രശ്നം ഉണ്ടാക്കിയ പോലെ അവസാനം കേട്ടോ. നമ്മളായിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി പറഞ്ഞോ. അവസാനം പിന്നെ നമുക്ക് മനസ്സിലായി ഈ ചേച്ചിയുടെ അടുത്ത് ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? ഇത് വലിയ പ്രശ്നമാണ് ചേച്ചി. ചേച്ചി ഇത് നിസാര പ്രശ്നമൊന്നും അല്ല കേട്ടോ. ചേട്ടൻ ഇന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ, നാളെ ഗുഡ് നൈറ്റും പറയാല കേട്ടോ. ഇന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ, എന്തോ പ്രശ്നമുണ്ട്, ശരിക്കും സീരിയസ് ആയിട്ട് പ്രശ്നമുണ്ട്. നാളെ ചേട്ടൻ ചിലപ്പോൾ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും പറയാനുള്ള സാധ്യത കുറഞ്ഞ് ഞാൻ കാണുന്നുണ്ട്. അതാച്ചാ ഒരിക്കൽ പോലും എന്നോട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. ഇതൊന്നും ഉള്ളി ഗുഡ് മോർണിംഗും ഇല്ല, ഒരു കണയില്ല, ഒന്നുമില്ല. ഉള്ളി താണ്ട് എഴുന്നേറ്റ് ഉള്ളി ഒറ്റ പോക്ക്, മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. അതുകൊണ്ട് കടന്നോല് കുത്തിയ പോലെ ഞാൻ എന്തോ ആര് ചെയ്തല്ലേ. ഈ വീട്ടിലെ പ്രശ്നമൊക്കെ നമ്മളോട് പറയേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ. ഇതൊക്കെ വല്ല പ്രശ്നമുള്ള കാര്യമാണ്. ഞാൻ നാളെ ചെന്ന് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ എന്താ ഇന്ന് ഗുഡ് മോർണിംഗ് പറയായിരുന്നു, വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോരെ. ഇത് വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, നാളെ ഗുഡ് നൈറ്റ് പറഞ്ഞില്ല. ഇത് ഏതാണ്ട് വലിയ മറ്റേ ഇസ്രായേൽ നടക്കുന്ന വലിയ കലാപം പോലെ നമ്മുടെ അടുത്ത് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കേട്ട് നിൽക്കണ്ടേ? നമ്മുടെ നിസ്സഹായാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇനിയിപ്പോ നമ്മൾ കേട്ടില്ല, അച്ഛന് ഭയങ്കര അഹങ്കാരോ. നമ്മൾ എന്തെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും കേൾക്കണ്ട, വലിയ അഹങ്കാരം എന്ന് പറയുന്നത്. എന്നാ ചെയ്യാനല്ലേ? നിങ്ങളൊക്കെ ഭാഗ്യപ്പെട്ടവരാ അതൊക്കെ വെച്ച് നോക്കുമ്പോ. ഈ കുടുംബജീവിതം കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിങ്ങിന് വന്നു. അവൻ മൊബൈലില് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 പിന്നെ ഡോട്ടിട്ട് വേറെ കുറെ സാധനങ്ങള്. അച്ഛൻ്റെ അടുത്ത് വരുമ്പോ ഭാര്യയെ കുറിച്ചുള്ള പരാതികൾ മറക്കാതെ പറയാൻ വേണ്ടി പുള്ളി എഴുതിക്കൊണ്ടുവന്നേക്കുന്ന. മറന്നു പോയാലേ ഇത് ആ സമയത്ത് ടെൻഷൻ കയറി കഴിയുമ്പോൾ പറഞ്ഞു, എനിക്ക് ചെറിയ പ്രശ്നം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറിക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നു. അപ്പൊ ഒന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി അച്ഛൻ വേറെ ഒന്നും വിചാരിക്കണ്ട, ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നേ ഉള്ളൂ. കാരണം ടെൻഷൻ കയറിക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോകും. എന്നിട്ട് പുള്ളി 12 പോയിന്റ് എഴുതിയിട്ട് അതിന് താഴെ കുറെ സബ് ഹെഡിങ് കുത്തിട്ട് എഴുതി. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്നാ? അതൊക്കെ ഇതിന്റെ ഒരു ഭാഗം, ഇതൊക്കെ ഇങ്ങനെ സമയം കിട്ടിയാൽ പറയാൻ വേണ്ടിയിട്ട്. അച്ഛന് സമയമുണ്ടോ ഇതൊക്കെ കേൾക്കാൻ? 3 മണിക്കൂർ കഴിഞ്ഞ് ഇനി സബ് ഹെഡിങ് വേറെ കിടക്കുക. 3 മണിക്കൂർ തീർന്ന്.
ഞാൻ പറഞ്ഞ് ഒന്ന് എല്ലാം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി ഫാസ്റ്റായിട്ട് പറയാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു. ഞാൻ നോക്കാച്ചോ, ഞാൻ ശ്രമിക്കും. ഞാനിപ്പോ പറഞ്ഞ അങ്ങനെയല്ലേ, ഓർഡർ ഇപ്പൊ ഒരു ഓർഡർ ഉണ്ടല്ലോ, എന്തിന് ഭാര്യയെ കുറിച്ചുള്ള പരാതി പറയുന്നതിന് ഒരു ഓർഡർ ഉണ്ടെന്ന്. അതും വളരെ നല്ല നീറ്റായിട്ടാണ് കേട്ടോ പുള്ളി, പ്രൊഫസറാണ്, അതുകൊണ്ട് പഠിപ്പിക്കുന്ന ആൾ, അതുകൊണ്ട് വളരെ നീറ്റായിട്ടാണ് പുള്ളി അതൊക്കെ ചെയ്തേക്കുന്നത്. ഇങ്ങനെ സമയം എടുത്ത് പോയിന്റ് ബൈ പോയിന്റ് ഭാര്യയുടെ പ്രശ്നങ്ങളാണെല്ലാം, പരാതികൾ മാത്രം. പരാതിപ്പെട്ടിയോ എന്നാ പറയുന്നത്, സുവിശേഷപ്പെട്ടിയല്ല, പരാതിപ്പെട്ടിയായിട്ടാണ് പുള്ളി വന്നേക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേ, നമ്മുടെ കൂടെ താമസിക്കുന്ന ആർക്കാ കുറവില്ലാത്ത? നമുക്ക് കുറവില്ലേ? ഇല്ലേ? നമുക്ക് പോരെ. ഇനി പെണ്ണുമ്പിള്ളേനെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവൾക്ക് നമ്മൾ വല്ല അവാർഡ് കൊടുക്കണമെന്ന്, ഇയാളുടെ താമസിക്കുന്നതിന്. വിളിച്ചു കഴിയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്, എൻ്റെ ദൈവമേ ഈ സ്ത്രീ എന്ത് തങ്കപ്പെട്ട സ്ത്രീയാ, ഇയാള് ഈ ലിസ്റ്റായിട്ട് വന്നേക്കുക. പരാതി പറയാനാണെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഏത് കുടുംബത്തിലാ പ്രശ്നമില്ലാത്ത? ആർക്കാ കുറവില്ലാത്ത? ആർക്കാ ബലഹീനതകളില്ലാത്ത? ആർക്കാ പോരായ്മകളില്ലാത്ത? ദൈവത്തോട് എന്തോരം പേർക്കാ ദൈവത്തോടാ പരാതി. എല്ലാത്തിനും കുറ്റം ദൈവത്തിന്. ഞാൻ പാപം ചെയ്ത അതിന് കുറ്റം കർത്താവ്. എന്ത് ചെയ്താലും കർത്താവിനാണ് എല്ലാത്തിനും അഭിഷേകം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിമയോന്റെ പ്രവചനത്തിൽ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 12 വയസ്സുള്ളപ്പോൾ മകൻ നഷ്ടപ്പെട്ടു ദേവാലയത്തിൽ വെച്ച്. രണ്ടുപേരും കൂടി അല്ലേ, ഔസേപ്പിതാവും മാതാവും കൂടി കുറെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം കണ്ട് ചോദിച്ചോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഒന്നും മനസ്സിലായില്ല. മാതാപിതാക്കളുടെ അടുത്ത് പറയാതെ അവിടെ ഇരുന്ന് 2 ദിവസമായിട്ട് പറയുവാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതല്ലേ എന്ന്. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പരാതിയില്ല. നിങ്ങൾ നോക്കാഞ്ഞിട്ടല്ലേ അയാൾ നഷ്ടപ്പെട്ടു പോയേ എന്ന് ഔസേപ്പിതാവിനോട് പറഞ്ഞില്ല. നിങ്ങൾ എവിടെയായിരുന്നോ? നിങ്ങൾ പിള്ളേരെ നോക്കണ്ടേ? ഉച്ച നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നോ? അല്ലേ? ഒന്നും പറഞ്ഞില്ല. ഒരു പരാതിയില്ല. നോക്കെ, 33 വയസ്സ് പ്രായമുള്ള തൻ്റെ ഏക മകൻ മടിയിൽ മരിച്ചു കിടക്കുമ്പോഴും അമ്മയുടെ അധരങ്ങളിൽ നിന്നും പരാതിയുടെ ഒരു വാക്ക് പുറപ്പെട്ടതായി സുവിശേഷത്തിലില്ല. 33 വയസ്സുള്ള തൻ്റെ ഏക മകൻ മടിയിൽ മരിച്ചു കിടക്കുന്നതിനേക്കാൾ അപ്പുറം ഒരമ്മ അനുഭവിക്കേണ്ട വേദന എന്താ? ദൈവത്തോട് പരാതി പറയാൻ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ. ഇതുപോലെ മക്കൾ നഷ്ടപ്പെട്ടതോടുകൂടി ദൈവത്തോട് പരാതിയും പരിഭവം പറഞ്ഞ് എനിക്കിനി വിശ്വാസമില്ല, ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാം അവസാനിപ്പിച്ചേക്കുന്ന ജീവിതങ്ങൾ. കഴിഞ്ഞ ദിവസം വിദേശ രാജ്യത്തിൽ നിന്ന് ഒരു മകൾ എന്നെ വിളിച്ചു. നല്ല പ്രാർത്ഥനയുള്ള പെങ്കുച്ച്, സ്വന്തം സഹോദരി വെന്റിലേറ്ററിൽ കിടക്കുമോ, മരണത്തോട് മല്ലടിച്ച്. അവള് പറഞ്ഞെന്നാന്നറിയോ, എന്റെ സഹോദരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി ഞാൻ ഒരിക്കൽ പോലും കർത്താവിന്റെ നാമം വിളിക്കില്ല. അച്ഛൻ ഇനി അത് പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കരുത്. തീർന്നു, അവസാനിച്ചു. അപ്പോഴാണ് 33 വയസ്സ് പ്രായമുള്ള തൻ്റെ ഏക മകൻ മടിയിൽ മരിച്ചു കിടക്കുമ്പോൾ, ജീവനറ്റ ശരീരം തൻ്റെ മടിയിലെടുത്തപ്പോൾ, നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, അമ്മ തൻ്റെ ആദ്യത്തെ ബലി അർപ്പിക്കുക. ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. അമ്മയുടെ മടിയിൽ കിടക്കുക. അല്ലെ, അൽത്താരയിൽ ഒരു പുരോഹിതൻ പറയുന്ന വാക്കുകളാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന്. മകൻ മടി മരിച്ചു കിടക്കുക. അവിടെയും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അത്രമാത്രം സഹനങ്ങളുടെ വേളകളിലും ദൈവഹിതത്തിന് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കാൻ അമ്മയ്ക്ക് പറ്റിയെന്നുള്ളതാണ്. ഏത് സഹനങ്ങളുടെ നടുക്കടലിലും ദൈവഹിതത്തിന് ജീവിതം സമർപ്പിക്കാൻ അമ്മയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് അമ്മ പഠിപ്പിക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മ എന്താ ചെയ്തേ? അമ്മ ഏലീശായെ പുണ്യവതിയെ സന്ദർശിക്കാനായിട്ട്, ശുശ്രൂഷിക്കാനായിട്ട് പോയി എന്നാ പറയുന്നത്. നമുക്കൊരു പ്രശ്നം, നമുക്കൊരു വിഷമോ വേദന ഉള്ളപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും ശുശ്രൂഷിക്കാൻ പോവോ?
നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? എന്നെ ഒന്ന് ബെഡ് റെസ്റ്റ് ആണ് ഇനി, അല്ലേ? ഇനി ബെഡ് റെസ്റ്റ് ആണ് എനിക്ക്, ഇനി മുന്നോട്ട് ബെഡ് റെസ്റ്റ് ആണ്. എൻ്റെ ഭർത്താവ് എനിക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവരണം, ഭർത്താവിൻ്റെ പേരൻസ് എന്നെ നോക്കണം, എൻ്റെ വീട്ടുകാരെന്നെ നോക്കണം. ഇതൊക്കെയാണ് നമ്മളാണല്ലോ ഈ നിങ്ങൾ തൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികൾക്കും മീതെ അമ്മ, നിങ്ങളിങ്ങനെ അമ്മ സ്വർഗരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വില കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് പേഴ്സണൽ സ്ട്രഗിൾ എല്ലായ്പ്പോഴും ഉണ്ട്, അതെല്ലാവർക്കും ഉണ്ട്, ഒന്നുമില്ലാത്ത ആരുമില്ല. അത് നമ്മൾ പറയില്ല അതുക്കും മേലെ എന്നൊക്കെ പറയുന്നൊരു കാര്യം വാക്കുകൾ നമ്മുടെ ഇടയ്ക്ക് ഉപയോഗിക്കല്ലേ. അതുക്കും മേലെ എൻ്റെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ, ദൈവരാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യാൻ, സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട്, കരുത്തുണ്ട്? അവർക്ക് പറയാം ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചൻ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, എന്നാൽ കുറച്ച് പേർക്ക് അറിയായിരിക്കും, അല്ലേ? അച്ഛന് ഇപ്പം 80 വയസ്സ് കഴിഞ്ഞ്. ഈ കഴിഞ്ഞ ആഴ്ച പോളണ്ടിലാണ് അച്ഛൻ്റെ ധ്യാനം. 5000-6000 പേര് ധ്യാനത്തിനുണ്ട്. അച്ഛൻ വീൽ ചെയറിൽ ഇരുന്നാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഗില്ലൻ ബാരെ സിൻഡ്രോം എന്ന് പറഞ്ഞ രോഗമൊക്കെ വന്ന് ശരീരം മുഴുവൻ തളർന്നു പോയതാണ്. എന്നിരുന്നാലും പുള്ളി 6 മാസം യൂറോപ്പിൽ, 6 മാസം കാരിസ്മയിലുണ്ട്. ഈ 6 മാസം ഈ യൂറോപ്പ് ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് മുഴുവൻ ശുശ്രൂഷ. രാവിലെ 9 മണിക്ക് ഇരുന്ന വൈകിട്ട് 9 മണി വരെ ഒറ്റയ്ക്കാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത്. അച്ഛൻ്റെ ശരീരത്തിന് ഇത് കഴിയുമ്പോൾ കംപ്ലീറ്റ് നീര, അവിടെ നിന്നൊക്കെ പൊട്ടി ചോര ഇതെല്ലാമായിട്ടാണ് അച്ഛൻ മുറിയിലേക്ക് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, 19 വയസ്സായി കഴിഞ്ഞാൽ നോർമലി കർത്താവിനോട് അത്ര കണ്ടൊരു സ്നേഹമില്ല എങ്കിൽ, ഒരു തീഷ്ണത, ദൈവവചനത്തോട് അത്ര ഒരു തീഷ്ണത ഇല്ല എങ്കിൽ, നമ്മളൊക്കെയാണ് പറഞ്ഞു ഇത്രയും നാൾ ഞാൻ അധ്വാനിച്ചു, ഇനി ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ 19 വയസ്സ് പ്രായമായി, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഇനി മക്കൾ അധ്വാനിക്കട്ടെ, അല്ലേ? ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ, ഇനി അവര് അധ്വാനിച്ചു കൊണ്ടുവരട്ടെ എന്നൊക്കെ വീട്ടിൽ പറയല്ലേ. ഇത് ഇത്രയും പ്രായം, 80 വയസ്സ് പ്രായം മീതയായിട്ടും ഇത് കഴിഞ്ഞിട്ട് ഈ തലയെ കൈവച്ചൊരു പ്രാർത്ഥനയുടെ അവസാനത്തെ അഭിഷേക പ്രാർത്ഥന. ഞാൻ 2017 ഞാൻ ചെന്ന സമയത്ത് അന്ന് എനിക്ക് 4500 പേരാണ് പോളണ്ടിലെ ധ്യാനത്തിനുണ്ടായിരുന്നത്. അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്, മാത്രമല്ല കടന്നു വരുന്ന ദൈവജനം ആഗ്രഹിക്കുന്നുണ്ട് അച്ഛൻ്റെ ഒരു കൈവ് പ്രാർത്ഥന. അച്ഛൻ ഈ പറയുന്ന വീൽ ചെയർ കൊണ്ടുപോയി വേറൊരു ടേബിളെ കൊണ്ട് ഇരുത്തും, വീലുള്ളത്. എന്നിട്ട് അത് ഉന്തുമ്പോൾ അച്ഛനിങ്ങനെ കൈവച്ച് പോകും. ഏകദേശം 6-7 മണിക്കൂർ എടുക്കും ഈ പറയുന്ന 6000, 4500, 5000 പേര് പ്രാർത്ഥിക്കാൻ മിനിമം. യൂറോപ്യൻസ് ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല അച്ചടക്കത്തോടെ അവിടെ ഇരുന്നോളും. പാട്ടുകാരിങ്ങനെ മാറി 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 പാട്ട് പാടിക്കൊണ്ടിരിക്കും. ദീപികാരണീശ് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന 5000-ലധികം വരുന്ന ദൈവജനത്തിന് അച്ഛൻ തന്നെയാണ് കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആലോചിക്കും, ഞാനെങ്ങാനും ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്താൽ പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെയായിരിക്കും നടക്കുന്നത്. ഇത് പൊങ്ങുകയല്ല പിന്നെ അങ്ങോട്ട്. നിങ്ങൾ നിങ്ങളുടെ അടുത്തൊരു 5 മിനിറ്റ് കൈവോക്കി പിടിക്കാൻ പറയാനുള്ള വിഷമം നിങ്ങൾക്കറിയാം. കൈവോക്കി സ്തുതിക്കാൻ പറയുമ്പോഴേക്കും ഹാലലൂയ ഹാലലൂയ, 5 എണ്ണം കഴിയുമ്പോഴേക്കും ഹാലലൂയ ഹാലലൂയ, 10 എണ്ണമായി ഹാലലൂയ ഹാലലൂയ, 15 ആവുമ്പോഴേക്കും 20 ആയി കഴിഞ്ഞാൽ ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ഇതാണ് നമ്മുടെയൊക്കെ പരിപാടി. നമ്മുടെ കൈയൊക്കെ അപ്പോഴേക്കും തീർന്ന്, അല്ലേ? ഇത് ഈ പറയുന്ന 10,000-ലധികം വരുന്ന ഈ ജനത്തെ അച്ഛൻ ഇങ്ങനെ മണിക്കൂറുകൾ, ഇടയ്ക്കിടയ്ക്ക് അവർ കൊണ്ട് ഇച്ചിരി വെള്ളം കൊടുക്കും. അധികം വെള്ളം കുടിക്കാൻ പറ്റില്ല, കാരണം അച്ഛന് വീൽ ചെയറിൽ മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ പുറത്ത് അവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോകണം. ഭക്ഷണം ഒന്നും അച്ഛൻ കഴിക്കുകയല്ല. ഇതിനിടയ്ക്ക് വേറെ ആരും ഇല്ലല്ലോ, അച്ഛൻ തന്നെയാണ് മുഴുവൻ ശുശ്രൂഷ ചെയ്യുന്നത്. കുർബാന അച്ഛൻ തന്നെ ചെല്ലുന്നത്. പിതാവ് വരുന്ന ദിവസം മാത്രമേ ആ പിതാവിന് കുർബാന കൊടുക്കും, ബാക്കി എല്ലാ ഇതിനും അച്ഛൻ തന്നെയാണ് കുർബാന ചെല്ലുന്നത് ധ്യാനത്തിന്. പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വേദനയും വിഷമവും സഹനവും ശാരീരിക ബുദ്ധിമുട്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ദൈവരാജ്യത്തോടുള്ള സ്നേഹവും സുവിശേഷത്തോടുള്ള സ്നേഹം കൊണ്ട് ഒരു ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു അഭിഷേകം ഉണ്ടല്ലോ, അത് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ആ സ്നേഹം ഉണ്ടായിരുന്നു ഉള്ളില്, കെടാതെ നിൽക്കുന്ന ഒരു സ്നേഹം ഉള്ളിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ്. ഈ ആത്മാവാണ് അമ്മയെ ശുശ്രൂഷയാക്കി മാറ്റിയത്. കാരണം എന്താ? അതിനു മുമ്പ് സ്വർഗം പറഞ്ഞു, ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടായപ്പോൾ, ആത്മാവ് നിറഞ്ഞപ്പോ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റിയില്ല. അമ്മ ഓടി, ശുശ്രൂഷിക്കാൻ ഓടി. നമുക്കൊന്നും ഈ ശുശ്രൂഷ ജീവിതം ഇതുവരെ ആയിട്ടും വർഷങ്ങളായി നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നല്ലാതെ ഒരു ശുശ്രൂഷ ജീവിതം ആരംഭിക്കാൻ പറ്റാത്തതിന് കാരണം ഉള്ളിലുള്ള ആത്മാവ് തീ പിടിക്കാത്തത് കൊണ്ടാ.
ജ്വലിക്കാത്തത് കൊണ്ട്. അത് ജ്വലിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. എന്റെ ജീവിതം തീരുന്നതിന് മുമ്പ്, ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ സുവിശേഷത്തെ പ്രതി, ദൈവരാജ്യം എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഇത് ഉള്ളി കടന്നിങ്ങനെ ആത്മാവ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, കത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾ എത്ര പ്രാവശ്യം മഞ്ഞാകലച്ചൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇനി മതിയാക്കുക, അവസാനിപ്പിക്കുക. അച്ഛൻ പറഞ്ഞാന്നറിയോ, യൂറോപ്പിലെ ജനതയ്ക്ക് എന്നെ വേണം, അവസാന ശ്വാസം വരെ അല്ലേ ഞാൻ കടന്നു പോകണം, അതുവരെ പോകുന്ന അച്ഛൻ പറഞ്ഞു. ഇപ്പൊ അവിടെ കടന്ന് മരിക്കേണ്ടി വന്നാലും അച്ഛൻ അതൊന്നും ഒരു വിഷയമല്ല. അച്ഛൻ്റെ ആഗ്രഹം തന്നെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബലി അർപ്പിക്കുമ്പോൾ കർത്താവ് എടുക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ആയുഷ്കാലം മുഴുവനും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനും ആ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം തൻ്റെ സ്വർഗീയ ശുശ്രൂഷകൾക്കായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉറക്കെ പറ ഹല്ലേലൂയ. നമ്മളടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ പരിശുദ്ധ ഈ മരിയൻ കൺവെൻഷനിൽ അമ്മ നമുക്ക് തരുന്ന ഏറ്റവും വലിയ മാതൃക എന്നാന്ന് പറയുക, നമ്മളെല്ലാവരും സുവിശേഷത്തിന്റെ ശുശ്രൂഷകരാകാനുള്ള വിളി മാമോദീസായിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ സ്വീകരിച്ചവരാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ, വെള്ളം കുടിച്ചില്ലേ, നമുക്ക് ദാഹിക്കുന്നു, വിശപ്പുണ്ടാവുന്നു എന്ന് പറയുന്ന പോലെ കർത്താവ് പറഞ്ഞില്ലേ, എനിക്ക് ദാഹിക്കുന്നു. ഈ ദാഹമാണ് നമ്മളെയും ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുരിശിൽ കടന്നുകൊണ്ട് ഈശോ പറഞ്ഞൊരു ദാഹം ഉണ്ടല്ലോ, ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹം. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് വരും കാലങ്ങളിൽ ഇവിടെ ഒത്തിരി യുവജനങ്ങൾ വന്ന് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിതം കൊടുത്ത് ശുശ്രൂഷ ചെയ്യാൻ തക്കവിധത്തിൽ അനേകം യൗവനങ്ങളെ ഇവിടെ ഒരുക്കണം. കാരണം ജിൻസച്ചന് കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു അഭിഷേകമാണത്. ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമ്പോൾ യുവാക്കൾക്ക് അധികമായി അവരെ സ്പർശിക്കുന്ന ടോക്കുകളാണ്. ഞങ്ങളൊക്കെ ഏകദേശം സോഷ്യൽ മീഡിയയിൽ ഒരേ സമയത്ത് ഈ കൊറോണ കാലത്താണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങിയത്. ഇതൊരു ഭാരമായിരുന്നു. എന്ത്, ദൈവജനത്തിന് വചനം വേണം, ദൈവജനത്തിന് ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. ഇതൊരു ഈ ഭാരം നമുക്ക് കിട്ടിയപ്പോൾ നമ്മുടെ ഉറക്കവും ഊണും എല്ലാം പോയി. 1000 ദിവസമാണ് കൊറോണ കാലത്ത് എല്ലാ ദിവസവും വൈകിട്ട് 9 മണി മുതൽ രാത്രി 11:30 വരെ ഓൺലൈൻ ധ്യാനം നടത്തിയത്. ദൈവരാജ്യത്തെ മാനിക്കുകയും കർത്താവിൻ്റെ ശുശ്രൂഷകളെ ബഹുമാനിക്കുകയും ചെയ്യാൻ തക്ക വിധത്തിൽ നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് കർത്താവിനോട് എടുത്താൽ നമ്മെ കർത്താവ് കരുതി മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഓരോ നിമിഷവും കൈപിടിച്ച് നടത്തുന്ന അനുഭവം ഉണ്ടാകും. ഒരിക്കലും നീ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നല് നിന്റെ മനസ്സിൽ പോലും വരില്ല. നിനക്കാരുമില്ല, നിന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ പോലും മനസ്സിന്റെ ഒരു കോണിൽ പോലും അവശേഷിക്കില്ല. നിരാശകളിലേക്ക്, ആകുലതകളിലേക്ക്, സ്വയം ശപിക്കുന്ന അവസ്ഥ, പരാതി പറയുന്ന ജീവിത അനുഭവങ്ങളിലേക്കൊന്നും ആത്മാവിൽ നിറഞ്ഞു നിന്നാൽ ഒരു തിന്മയ്ക്ക് നമ്മളെ വലിച്ചടയ്ക്കാൻ പറ്റില്ല. എവിടെയൊക്കെ ആത്മാവിന്റെ ബലം, ആത്മാവിന്റെ ശക്തി കെട്ടടങ്ങുന്നോ അപ്പോഴാണ് ശത്രു നമ്മുടെ മേൽ അക്രമാസക്തനായി നമ്മെ കീഴ്പ്പെടുത്തുന്നത്. അവിടെയാണ് പിശാചൻ അമ്മയെ തൊടാൻ പറ്റാതിരുന്നത്. കാരണം ആത്മാവിൽ ജ്വലിച്ചവളാണ് അമ്മ. അതുകൊണ്ടാണ് പിശാചിന് ഇന്നും അമ്മയെ പേടി. അമ്മയുടെ സമർപ്പണവും നിരന്തരം കേൾക്കുന്ന ദൈവസ്വരവും ആത്മാവിൻ്റെ ജ്വലനവും ശത്രുവിന് ഭയമാണ്, പേടിയാണ്. കാരണം ആത്മാവിൽ ജ്വലിച്ചവളാണ്. അമ്മയുടെ സമർപ്പണം ഫിയാത്ത്, അതുപോലത്തെ ഒരു സമർപ്പണമായിരുന്നു അമ്മയുടെ സമർപ്പണം. അമ്മ നിരന്തരം കർത്താവിൻ്റെ വചനം കേട്ടതുകൊണ്ട്, കൃപയുടെ സമൃദ്ധിയിലായിരുന്നുകൊണ്ട് അമ്മയെ തൊടാൻ ശത്രുവിന് പറ്റിയില്ല.